രാഹുൽ ഈശ്വർ ഇവിടെ അവന്തിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു ട്രാൻസ് വുമൺ, അവർക്ക് അതിഭീകരമായ അനുഭവം രാഹുൽ ഈശ്വറിൽ ഉണ്ടാവുന്നു. മെസ്സേജ് രൂപത്തിലാണ്, അല്ലാതെ ഫിസിക്കൽ അറ്റാക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അവന്തിക പറയുന്നുണ്ട്. അവർക്ക് അതിഭീകരമായ അനുഭവം രാഹുൽ ഈശ്വറിൽ ഉണ്ടാവുന്നു. മെസ്സേജ് രൂപത്തിലാണ്, അല്ലാതെ ഫിസിക്കൽ അറ്റാക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അവന്തിക പറയുന്നുണ്ട്. അത് ഇങ്ങനെ ഉള്ളിൽ കിടന്ന് നീറുന്നു. രാഹുൽ ഈശ്വർ ഇവിടെ അവന്തിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു ട്രാൻസ് വുമൺ, അവർക്ക് അതിഭീകരമായ അനുഭവം രാഹുൽ ഈശ്വറിൽ ഉണ്ടാവുന്നു. മെസ്സേജ് രൂപത്തിലാണ്, അല്ലാതെ ഫിസിക്കൽ അറ്റാക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അവന്തിക പറയുന്നുണ്ട്. അത് ഇങ്ങനെ ഉള്ളിൽ കിടന്ന് നീറുന്നു. ഒരു സമയത്ത് അവന്തികയെ ഈ പറയുന്ന റിപ്പോർട്ടർ ഫോണിൽ വിളിച്ച് പ്രശ്നമുണ്ടോ ചോദിക്കുന്നു. അപ്പോൾ അവന്തിക ഭയന്ന് അതില്ലെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന നടി പുറത്തു വന്ന കാര്യങ്ങൾ പറയുന്നു. കുറേയധികം ഇരകൾക്ക് ആ വെളിപ്പെടുത്തൽ ധൈര്യം കിട്ടുന്നു. ഈ പറയുന്ന ഹണി ഭാസ്കരൻ രംഗത്ത് വരുന്നു. കുറെ അധികം പേർ വന്നു. അക്കൂട്ടത്തിൽ ഞാൻ അന്ന് ഭയന്നിരുന്ന കാര്യം പറയാനുള്ള ഭീതി എന്റെ മനസ്സിൽ നിന്ന് മാറുന്നു. ഞാനത് പറയുന്നു. നമുക്ക് നമ്മളോടൊരു സത്യസന്ധത വേണം. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അവരുടെ ജീവിതം തകരുന്നതിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നാളെ ഹാഷ്മിക്കെതിരെ, അനിൽകുമാർ സഖാവിനെതിരെ, അല്ലെങ്കിൽ ജിൻഡോ ജോണിനെതിരെ, രാഹുൽ ഈശ്വറിനെതിരെ ഇതേപോലൊരു വ്യാജ പരാതി വന്ന് നമ്മുടെ ജീവിതം, ജോലി, ശമ്പളം എല്ലാം ഇല്ലാതാവും. ഇവിടെ അവന്തിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു ട്രാൻസ് വുമൺ, അവർക്ക് അതിഭീകരമായ അനുഭവം രാഹുൽ ഈശ്വറിൽ